ക്ഷേത്രത്തിനുള്ളിലിരുന്ന് മാംസാഹാരം ഭക്ഷിച്ചു. യുവാവിനെ കയ്യോടെ പൊക്കി നാട്ടുകാർ. ഇയാൾ വെജിറ്റബിൾ ബിരിയാണിയാണ് എന്ന വ്യാജേനയാണ് ക്ഷേത്ര പരിസരത്തിരുന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഭക്തരായിരുന്നു ക്ഷേത്ര അധികൃതരെ വിവരമറിയിക്കുകയും പിന്നീട് യുവാവിനെ കയ്യോടെ പൊക്കി ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഇതിന്റെ പേരിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം കനക്കുകയാണ്. തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലെ അണ്ണാമലൈ ക്ഷേത്ര പരിസരത്താണ് യുവാവ് മാംസാഹാരം കഴിച്ചത്. ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന് സമീപത്താണ് സംഭവം നടന്നതും. അധികൃതരെത്തി യുവാവിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ താൻ വെജ് ബിരിയാണിയാണ് വാങ്ങിയതെന്നും ചിക്കൻ ഇതിൽ അബദ്ധത്തിൽ വന്നുപോയതാണ് എന്നതാണ് ഇയാളുടെ അവകാശവാദം. ക്ഷേത്ര പരിസരത്തിരുന്ന് മാംസഭക്ഷണം കഴിക്കുന്നത് തടഞ്ഞ അധികൃതർ വിവരം പോലീസിനെ അറിയിക്കുകയാണ് പിന്നീട് ചെയ്തത്. പിന്നാലെ ജില്ലാ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. കേസിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ജനുവരിയിൽ മധുരയിലെ തിരുപ്പണം എന്ന ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും സമാനമായ സംഭവം നടന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അന്ന് ക്ഷേത്ര കുന്നുകളിൽ പോയി മാംസഭക്ഷണം കഴിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാവും രാമനാഥപുരം എംപിയുമായ നവാസ് ഖനിയുടെ പ്രവൃത്തി ഹിന്ദു സമൂഹത്തിനിടയിൽ വലിയ സംഘർഷങ്ങൾക്കും വലിയ പ്രതിഷേധങ്ങളും സൃഷ്ടിക്കാനിടയായി. അത് ലക്ഷ്യമിട്ടുള്ളതാണെന്നായിരുന്നു തമിഴ്നാട് BJP സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലൈ അടക്കം ആരോപിച്ചതും. അതേസമയം പരിപാവനമായ ക്ഷേത്രത്തിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്താനാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അടക്കം ഇപ്പോൾ ശ്രമം നടത്തി വരുന്നത്. ഇപ്പോൾ ഹൈന്ദവരിലെ ഹനുമാൻ ക്ഷേത്രത്തിനുള്ളിൽ പോലും മാംസഭക്ഷണം കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. ക്ഷേത്രത്തിനുള്ളിൽ മാംസകഷ്ണങ്ങൾ കണ്ടെത്തിയ പൂജാരിയാണ് ക്ഷേത്ര കമ്മിറ്റിയെയും അതുപോലെ പോലീസിനെയും വിവരം അറിയിച്ചത്. സംഭവത്തിൽ ഉത്തരവാദികൾ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ക്ഷേത്ര കമ്മിറ്റിയും ഭക്തരും ആവശ്യപ്പെടുകയും ചെയ്ത് മുന്നോട്ട് വന്നിരുന്നു. പ്രതികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ഹിന്ദു സംഘടനകളായിരുന്നു ക്ഷേത്രത്തിന് മുന്നിൽ പ്രതിഷേധം നടത്തിക്കൊണ്ട് രംഗത്ത് വന്നത്. ക്ഷേത്ര കമ്മിറ്റിയുടെ പരാതിയിൽ ഹൈദരാബാദ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ക്ഷേത്രത്തിലെയും അതുപോലെ തന്നെ സമീപ പ്രദേശത്തെയും CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അന്വേഷണം നടത്തിയത്. മാത്രമല്ല, ഇതാദ്യമായിട്ടായിരുന്നു ക്ഷേത്ര പരിസരത്ത് ഇത്തരത്തിലുള്ള ഒരു അനീതി കണ്ടെത്തുന്നതും. തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് ഇതിന് പിന്നിൽ എന്നത് തന്നെയായിരുന്നു വിലയിരുത്തപ്പെട്ടതും. തുടർന്ന് ഇത് വർഗീയ കലാപം സൃഷ്ടിക്കാനാണ് ഇക്കൂട്ടർ ശ്രമം നടത്തിയതെന്നും പറയപ്പെട്ടു. ഇതിന് സമാനമായി തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മറ്റൊരു സംഭവം കേരളത്തിലടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് മാംസാഹാരം പാകം ചെയ്ത് കഴിക്കാൻ ശ്രമം നടത്തിയ വാർത്ത വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. ക്ഷേത്ര പരിസരത്ത് കോഴി മാംസം പാചകം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഭക്തർ മൊബൈൽ ഫോണിൽ പകർത്തുകയാണ് ചെയ്തത്. മത്സ്യമാംസാദികൾക്ക് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ പരിപാവനമായ ഗുരുവായൂർ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഗുരുവായൂർ ദേവസ്വത്തിന് നിർമ്മാണം നടന്ന സ്ഥലത്താണ്, അതായത് ദേവസ്വം പഞ്ചജന്യം അനക്സ് കെട്ടിടത്തിലായിരുന്നു തൊഴിലാളികൾ മാംസം പാചകം ചെയ്തതായി കണ്ടെത്തിയതും ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നതും. ദേവസ്വത്തിന്റെ പഞ്ചജന്യം അനക്സിലെ കരാർ തൊഴിലാളികളാണ് കോഴിമാംസം പാചകം ചെയ്തത്. അതുപോലെ സ്ഥിരമായി ഇവിടെ നിന്നും മാംസത്തിന്റെ ഗന്ധം വരാറുണ്ടായി എന്നതും ഭക്തർ പറയുന്നു. ഇതോടുകൂടി തന്നെ ഭക്തർ നേരിട്ടെത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരമൊരു സംഭവം പുറത്തു വരുന്നത്. അതേപോലെ തന്നെ ഉടൻ തന്നെ ദേവസ്വം ബോർഡ് അധികൃതരെ വിവരം അറിയിക്കുകയാണ് ചെയ്തത്. എന്നാൽ പരാതി കിട്ടിയിട്ടും ദേവസ്വം ബോർഡ് നടപടി സ്വീകരിച്ചില്ല എന്നതാണ് ഭക്തർ പറയുന്നത്. സംഭവത്തിൽ ഭക്തരിൽ നിന്നും ശക്തമായ വിമർശനവും പ്രതിഷേധവും ഉയർന്നു വന്നു. അനക്സിലെ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു തൊഴിലാളികൾക്കായും കോഴിമാംസവും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ചേർത്തുകൊണ്ട് കറി ഉണ്ടാക്കിയത്. സംഭവത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി താലൂക്ക് കമ്മിറ്റി പ്രതിഷേധം അറിയിച്ച് രംഗത്ത് വന്നിരുന്നു. സംഭവത്തിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയിൽ ദുരൂഹതയുണ്ട് എന്നും അതുപോലെ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ ഭക്തജനങ്ങൾ നിർബന്ധിതരാകുമെന്നും ക്ഷേത്ര സംരക്ഷണ സമിതി യോഗം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇത്തരം പ്രവർത്തനങ്ങൾ വീണ്ടും ആവർത്തിച്ചാൽ അതിനെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കുമെന്നും ഇവർ വ്യക്തമാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.